ചേർത്തല നിയോജകമണ്ഡലത്തിന്റെ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കരപ്പുറം കാർഷിക കാഴ്ചകൾക്ക് തുടക്കമാകുന്നു. ഡിസംബർ 20 മുതൽ 29 വരെ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് കാർഷിക കാഴ്ചകൾ ഒരുക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. കരപ്പുറത്തിൻ്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും എല്ലാം ഒരു നാടിൻ്റെ ജനതയുടെ മുമ്പാകെ അവതരിപ്പിക്കുക, കാത്തുപുലർത്തേണ്ടതിനെ കാത്തുപുലർത്തുക, കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുത്ത് നടപ്പാക്കുക, അതിനെല്ലാം ഉപകരിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ വർഷം ആദ്യമായി നമ്മൾ കരപ്പുറം കാർഷിക കാഴ്ചകളിലേക്ക് തിരിഞ്ഞത്. വലിയ വിജയകരമായൊരു പരിപാടിയായിട്ടാണ് ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ കരപ്പുറം കാർഷിക കാഴ്ചകൾ കഴിഞ്ഞ വർഷം അരങ്ങേറുന്നു. നിരവധിയായ സ്റ്റാളുകൾ, കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടുകൂടി സജ്ജമാക്കിയ ഇടങ്ങൾ, അതെല്ലാം ഒരു പുത്തൻ അനുഭവമായി ചേർത്തലക്കാർക്ക് അല്ല കരപ്പുറത്തുകാർക്ക് അനുഭവപ്പെട്ടു. സാഹിത്യ സാംസ്കാരിക കലാപരിപാടികളെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ആ കാർഷിക കാഴ്ചകളുടെ പുതിയ പതിപ്പ് കരപ്പുറം കാഴ്ചകൾ എന്ന പേരിൽ ഡിസംബർ മാസം 20 മുതൽ 29 വരെ അരങ്ങേറുകയാണ്. ഒന്നാമത്തെ കരപ്പുറം കാർഷിക കാഴ്ചകൾക്ക് വേദിയായ അതേ സെൻറ്റ് മൈക്കിൾസ് കോളേജിൻ്റെ വിശാലമായ മൈതാനത്ത് തന്നെയാണ് കരപ്പുറം കാഴ്ചകൾ എന്ന പേരിൽ ഡിസംബർ 20 മുതൽ 29 വരെ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ആഘോഷ പരിപാടികൾക്ക് കരപ്പുറത്തിൻ്റെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. നിരവധിയായ ഉത്സവങ്ങൾക്ക് പ്രാധാന്യമുള്ള നാടാണ് നമ്മുടേത്. അമ്പലങ്ങൾ, പള്ളികളൊക്കെയായി ബന്ധപ്പെട്ട് അനേക ലക്ഷങ്ങൾ നമ്മുടെ മണ്ണിലേക്ക് എത്തുന്നുണ്ട്. അവിടെയാണ് ഒരു പുത്തൻ ആഘോഷ പരിപാടികൾക്ക് ഡിസംബർ 20 മുതൽ 29 വരെയുള്ള 10 ദിവസങ്ങളിലായി നമ്മൾ വേദി ഒരുക്കിയിരിക്കുന്നത്. കേരള നിയമസഭയുടെ ആദരണീയനായ സ്പീക്കർ ശ്രീ AN ഷംസീറാണ് 20-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് കരപ്പുറം കാഴ്ചകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വിവിധ മേഖലകളിലെ പ്രമുഖരായ ആളുകൾ തുടർന്നുള്ള ദിവസങ്ങളിലടക്കം ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ വേറിട്ട് നിൽക്കുന്ന നിരവധിയായ ഇനങ്ങൾ ഇപ്രാവശ്യത്തെ ഇതിൻ്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. സംരംഭകരാവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, ബിസിനസ് ടു ബിസിനസ് മീറ്റുകൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുക, ഇതെല്ലാം നമ്മൾ ഇക്കുറി ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇനങ്ങളാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രാധാന്യവും പ്രത്യേകതയും നൽകുന്നുണ്ട്. സാംസ്കാരിക മേഖലയെ പ്രത്യേകമായി നമുക്കതിനുവേണ്ടി അതോടൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ പരമ്പരാഗത രംഗത്തെയും നമ്മുടെ വ്യവസായ മേഖലയും എല്ലാം ഉണർത്താൻ ഉപകരിക്കുന്ന പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവും. ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ചെറിയ എക്സിബിഷനാണ് നമ്മളപ്പോൾ അവസാന നിമിഷത്തിലാണ് അതെല്ലാം തയ്യാറാക്കിയത്. എന്നാൽ ഒരു വിപുലമായ എക്സിബിഷൻ്റെ സാധ്യതയും ഞങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുൻകൊല്ലങ്ങളിൽ ജനങ്ങൾ നൽകിയ നിർദ്ദേശമുണ്ട്, കരപ്പുറത്തുകാരുടെ നിർദ്ദേശം, കരപ്പുറം കാർഷിക കാഴ്ചകളിൽ പങ്കാളികളായവരുടെ അഭിപ്രായങ്ങൾ, ഈ രണ്ടിനെയും കണക്കിലെടുത്തുകൊണ്ടാണ് ഇക്കുറി നമ്മൾ വേണ്ടത്ര ഭേദഗതികളെല്ലാം വരുത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ചേർത്തല നിയോജകമണ്ഡലത്തിലെ സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടും കരപ്പുറത്തിൻ്റെ പരമ്പരാഗത കാർഷിക പെരുമ തിരികെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ചേർത്തല മണ്ഡലത്തിലെ കഞ്ഞിക്കുഴി, ചേർത്തല തെക്ക, ബൊഹമ്മ, തണ്ണീർമുക്കം, കടക്കരപ്പള്ളി, വയലാർ, പട്ടണക്കാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെയും ചേർത്തല നഗരസഭയിലെയും മുഴുവൻ കർഷകരുടെയും ജനപ്രതിനിധികളുടെയും കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക സാമുദായിക പ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും വനിതകളുടെയും വൻ ജനപങ്കാളിത്തത്തോടെ ഒന്നാമത് കരപ്പുറം കാർഷിക കാഴ്ചകൾ 2023 മെയ് 19 മുതൽ 28 വരെ ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ വെച്ച് നടത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് കരപ്പുറത്തെ കാർഷിക വികസനം ലക്ഷ്യമാക്കി വിവിധ വികസന പദ്ധതികൾ വിജയകരമായി നടത്തിവരുന്നു. കരപ്പുറം മിഷൻ 2026 തുടർച്ചയായി 2024 ഡിസംബർ 20 മുതൽ 29 വരെ ചേർത്തല പൊലിമ കരപ്പുറം കാർഷിക കാഴ്ചകൾ 2024 ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ വെച്ച് നടത്തപ്പെടുകയാണ്. കാർഷിക പ്രദർശനം, കാർഷിക സെമിനാറുകൾ, വികസന സെമിനാറുകൾ, കാർഷിക സംരംഭങ്ങൾ, കർഷക ഗ്രൂപ്പുകൾക്കും ആശയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും ഉതകുന്ന DPR ക്ലിനിക്കുകൾ, കർഷകരും ഉത്പാദകരും ഉപഭോക്താക്കളും തമ്മിലുള്ള അന്തരം കുറച്ച് മെച്ചപ്പെട്ട വിപണന സാധ്യതകൾ കണ്ടെത്തുവാനുതകുന്ന B2B മീറ്റ് എന്നിവയും 10 ദിവസം നീണ്ടു നിൽക്കുന്ന കരപ്പുറം കാർഷിക കാഴ്ചകളിലെ വിവിധ പരിപാടികളാണ്. ഡിസംബർ 20-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ചേർത്തല തെക്ക് SCB 1344 മായത്തറ ബ്രാഞ്ചിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന വർണ്ണാഭമായ കാർഷിക ഘോഷയാത്രയോടെ ചേർത്തല പൊലിമ കരപ്പുറം കാർഷിക കാഴ്ചകൾക്ക് തുടക്കമാകും. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേരള സംസ്ഥാന സ്പീക്കർ AN ഷംസീർ കരപ്പുറം കാർഷിക കാഴ്ചകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കരപ്പുറം കാർഷിക കാഴ്ചകളുടെ സ്വാഗത സംഘം ചെയർമാനുമായ VG മോഹനൻ സ്വാഗതം ആശംസിക്കുന്ന സമ്മേളനത്തിൽ ആലപ്പുഴ MP KC വേണുഗോപാൽ, ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ, അരൂർ MLA ദലീമ ജോജോ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, കാർഷിക പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്നു. ഡിസംബർ 21 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കലാമത്സരങ്ങളും കാർഷിക പ്രശ്നോത്തരി, സെമിനാർ എന്നിവയും നടത്തപ്പെടുന്നു. സമാപന ദിവസമായ 29-ാം തീയതി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിക്കും.